നമസ്കാരം. ട്രെൻഡിംഗ് ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ടി.വി. അധ്യക്ഷനും നടനുമായ വിജയ് വീണ്ടും പൊതുവേദിയിൽ. കരൂർ ദുരന്തത്തിന് ശേഷമുള്ള ആദ്യ യോഗം കാഞ്ചീപുരത്ത്. പഴുതടച്ച സുരക്ഷയിൽ എം.കെ സർക്കാരിനെയും മുഖ്യമന്ത്രി സ്റ്റാലിനെയും രൂക്ഷ വിമർശിച്ചു. പോരാട്ടം യഥാർത്ഥ സാമൂഹ്യ നീതിക്കായെന്ന് വിജയ്. കണ്ണൂർ ജില്ലയിലെ 4 CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചതിൽ ദുരൂഹത ആരോപിച്ച് കോൺഗ്രസ്. ആന്തൂരിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളെ CPM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയെന്ന് കണ്ണൂർ DCC അധ്യക്ഷൻ മാർട്ടിൻ ജോൺ. ദേശീയ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള അവസാന തീയതി നാളെ. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ നടൻ ജയറാമിന്റെ മൊഴിയെടുക്കാൻ SIT. കേസിൽ ജയറാമിനെ സാക്ഷിയാക്കും. റിമാൻഡിലുള്ള പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങാൻ നാളെ അപേക്ഷ നൽകും. കടകംപള്ളിക്കെതിരായ മൊഴിയിൽ വ്യക്തത വരുത്തുക ലക്ഷ്യം. കൂടുതൽ അറസ്റ്റിന് സാധ്യത. കള്ളപ്പണക്കേസിൽ PB അൻവറിന് ED കുരുക്ക്. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഉടൻ നോട്ടീസ് നൽകും. PB അൻവറിന് ദുരൂഹ ബനാമി സാമ്പത്തിക ഇടപാടുകളെന്ന ED കണ്ടെത്തൽ. സ്വത്ത് സംബന്ധിച്ച വിശദീകരണം തൃപ്തികരമല്ലെന്ന് ED. വിമാനാപകടത്തിൽ പൈലറ്റ് രക്ഷപ്പെടാൻ ശ്രമം നടത്തിയിരുന്നുവെന്ന് അന്വേഷണ സംഘം. വിമാനം പെട്ടെന്ന് വീണതിനാൽ രക്ഷപ്പെടാനുള്ള ശ്രമം ഫലം കണ്ടില്ല. വിമാനത്തിന് സാങ്കേതിക പിഴവുണ്ടായോ എന്ന് പരിശോധിക്കും. ദുബായ് വ്യോമസേന അതോറിറ്റിയിൽ നിന്ന് പ്രാഥമിക വിവരങ്ങൾ ശേഖരിച്ചു. കണ്ണൂർ ജില്ലയിലെ 4 CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചത് CPMന്റെ ഭീഷണി മൂലമെന്ന് കോൺഗ്രസ്. ആന്തൂരിൽ സ്ഥാനാർത്ഥി ലിവിയെ വീട്ടിൽ തടഞ്ഞുവെച്ച സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം. മലപ്പുറത്ത് ഒരു വാർഡിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ നേരിട്ട് ഹാജരായ UDF സ്ഥാനാർത്ഥിയുടെ പത്രികയിലെ ഒപ്പ് വ്യാജമെന്ന് ചൂണ്ടിക്കാട്ടി തള്ളിയ സാഹചര്യമാണ് ഉണ്ടായത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാർഡിൽ എതിരാളികൾ ഇല്ലാതെ ഇരിക്കാൻ PK ശ്യാമളയാണ് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതേസമയം പാലക്കാട് അഗളിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഏരിയ സെക്രട്ടറിയെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഭീഷണിപ്പെടുത്തുന്ന ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ബിനോയ് കൃഷ്ണൻ ചേരുന്നുണ്ട്. ബിനോയ്, കണ്ണൂരിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരുപാട് കള്ളക്കളികൾ അത് പുറത്തു വന്നിരിക്കുകയാണ്. ഭീഷണി അടക്കമാണ് മുന്നോട്ട് വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മേഘ, ഞെട്ടിക്കുന്നത് എന്ന് മാത്രമല്ല കൗതുകകരം കൂടെയാണ്. കഴിഞ്ഞ തവണയും എന്നതുപോലെ തന്നെ ആന്തൂർ നഗരസഭയിലെ 2 വാർഡുകളിൽ LDFന് എതിരില്ലാതെ LDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 2ാം വാർഡായ മൊറാഴയും 19ാം വാർഡായ പൊടിക്കുണ്ടുമാണ് ഈ ആന്തൂരിലെ ഈ വാർഡുകൾ. അതുപോലെ മലപ്പട്ടം വാർഡിലും 2 LDFന് എതിരില്ല. കണ്ണപുരത്തും 2 LDFന് എതിരില്ല. ആന്തൂർ നഗരസഭയിൽ കഴിഞ്ഞ തവണയും കുറച്ച് വർഷങ്ങളായി LDFന് പ്രതിപക്ഷമേ ഇല്ല. ഇത് LDF തന്നെയാണ് ഭരിക്കുന്നത്. പ്രതിപക്ഷം ഇല്ലാത്ത നഗരസഭയാണ് ആന്തൂർ നഗരസഭ. അങ്ങനെ പോകുന്ന ഒരു ഘട്ടത്തിൽ ഈ ആന്തൂർ നഗരസഭയിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ ഈ CPMന് ശക്തിയുള്ള ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെയും LDFന് എതിരില്ലാതിരിക്കാൻ അല്ലെങ്കിൽ LDFനെ വിജയിപ്പിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തുകയാണ്. CPM നേതാക്കളെ ഭീഷണിപ്പെടുത്തുകയാണ്, സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയാണ്, മത്സരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന പരാതിയാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് വ്യക്തമായി ഈ കാര്യം പറയുന്നുണ്ട്. അതായത് ആന്തൂർ നഗരസഭയിലെ UDF സ്ഥാനാർത്ഥികളെയും അവരുടെ നിർദ്ദേശകരെയും CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തിയെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. നഗരസഭയിലെ മയിലാട്, തളിയിൽ, ആന്തൂർ, 5ാം പീടിക, വെള്ളിക്കീൽ ഈ വാർഡുകളിലൊക്കെ പത്രിക നൽകിയ സ്ഥാനാർത്ഥികൾക്കും അതുപോലെ അവരെ നിർദ്ദേശിച്ചവർക്കുമെതിരെ ഭീഷണി ഉയർന്നു. അത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കണം, അത് വെള്ളപ്പേപ്പറിൽ എഴുതി ഒപ്പിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് CPM പ്രവർത്തകർ സ്ഥാനാർത്ഥികളുടെ വീടുകളിലെത്തി, സംഘമായി വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തുകയാണ്, അത് എഴുതി വാങ്ങുകയാണ്. ഇപ്പോ UDF നേതാക്കൾ ഇത് ആരോപിക്കുന്നതിനൊപ്പം തന്നെ ഈ വിഷയം ചൂണ്ടിക്കാട്ടി കളക്ടർക്കൊക്കെ പരാതി കൊടുക്കും എന്നുകൂടെ ഇപ്പൊ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ജനാധിപത്യത്തിന് ചേർന്ന ഒരു നടപടി അല്ല ഇത് എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ MV ഗോവിന്ദന്റെ വാർഡിൽ, ആന്തൂരിലെ MV ഗോവിന്ദന്റെ വാർഡിൽ എതിർ സ്ഥാനാർത്ഥിയെ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് CPMനുള്ളത്. അതുകൊണ്ട് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ട് ഈ എതിരില്ലാതെ ജയിക്കാൻ വേണ്ടി ഈ
PK ശ്യാമള അടക്കമുള്ളവർ ഇതിന് നേതൃത്വം നൽകുന്നു, ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നു എന്നാണ് പറഞ്ഞത്. ഈ മലപ്പട്ടം വാർഡിലെ നിത്യശ്രീ എന്ന സ്ഥാനാർത്ഥി ഈ കോവുന്തല വാർഡിലെ മലപ്പട്ടം പഞ്ചായത്തിലെ കോവുന്തല വാർഡിലെ നിത്യശ്രീ എന്ന സ്ഥാനാർത്ഥി അവരുടെ ഒപ്പ്, അതായത് തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മുമ്പിൽ വെച്ച് തന്നെ അത് ഒപ്പിട്ടിട്ടും ആ ഒപ്പ് വ്യാജമാണെന്ന് CPM പ്രവർത്തകർ ഉന്നയിച്ചു. ആ ഒപ്പ് തെരഞ്ഞെടുപ്പ് ഓഫീസർ അംഗീകരിച്ചതാണ്. പക്ഷേ CPM പ്രവർത്തകർ പ്രശ്നമുണ്ടാക്കിയത്, സമ്മർദ്ദം ചെലുത്തിയതോടെ അത് അംഗീകരിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അവരുടെ പത്രിക അവർക്ക് സമർപ്പിക്കാൻ പറ്റാതെ, അവർക്ക് മത്സരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തി എന്നാണ് ആ സ്ഥാനാർത്ഥി തന്നെ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഒക്കെയാണ് ഈ പറഞ്ഞ എതിരില്ലാത്ത സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു സംഭവം പാലക്കാടാണ്. അഗളിയിലെ ഒരു വാർഡിൽ മത്സരിക്കുന്ന മുൻ CPM മുൻ ഏരിയ സെക്രട്ടറി, അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു ഓഡിയോ സന്ദേശം കൂടെ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് ഇപ്പോഴത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് മുൻ ഏരിയ സെക്രട്ടറിയെ ഭീഷണിപ്പെടുത്തുന്നത്. അദ്ദേഹം ആ ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, CPM ഇവിടുത്തെ കൊള്ളരുതായ്മകൾക്കെതിരെയാണ് താൻ സ്വതന്ത്രമായി മത്സരിക്കുന്നത് എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങളെ ഞങ്ങൾക്ക് കൊല്ലേണ്ടി വരും എന്ന് നേരിട്ട് പറയുന്ന, ഫോണിലൂടെ ഈ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നേരിട്ട് പറയുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് നിലവിൽ ജനാധിപത്യത്തിന്റെ ഉത്സവം എന്നൊക്കെ പറയുന്ന തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ചും പ്രാദേശിക തലത്തിലുള്ള തെരഞ്ഞെടുപ്പ്, തങ്ങളുടെ ഒരു ശക്തി പ്രാദേശിക തലത്തിൽ തെളിയിക്കാൻ ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴും CPM ഈ എതിരില്ലാതെ സ്ഥാനാർത്ഥികളെയൊക്കെ തെരഞ്ഞെടുക്കുന്നത് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ സമ്മർദ്ദം ചെലുത്തിയും ഒക്കെയാണ് എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. മേഘ. ശരി, വിനോദകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂർ ജില്ലയിലെ 4 CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയും നിരവധി ആരോപണങ്ങളാണ് പുറത്തു വരുന്നത്. എതിർ സ്ഥാനാർത്ഥി ഭീഷണിപ്പെടുത്തിയാണ് പലയിടത്തും ഇങ്ങനെ സ്ഥാനാർത്ഥി പട്ടികയൊക്കെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകളൊക്കെ പിൻവലിക്കാൻ വേണ്ടി നിരവധി ഭീഷണി ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതേസമയം തൻ്റെ ഒപ്പ് വ്യാജമാണെന്നാണ് CPMന്റെ സമ്മർദ്ദം മൂലം പത്രിക തള്ളിയതായി ആന്തൂരിലെ വനിതാ സ്ഥാനാർത്ഥിയായ നിത്യശ്രീ വിശദീകരിക്കുന്നുണ്ട്. അതിലേക്ക് ആ ഒപ്പ് കള്ളൊപ്പ് ഇട്ടിട്ടാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ ഞാൻ നാമസഭ സഭയ്ക്ക് പോയ വനാധികാരിയുടെ അടുത്ത് തന്നെയായിരുന്നു ഇന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടി അവർ ഹിയറിങ്ങിന് വിളിച്ചത്. അപ്പോൾ അദ്ദേഹം ഈ സമ്മതിക്കുന്നുണ്ട് ഇത് ഇവരെന്നെ ഇട്ട സൈനാണെന്ന്. പക്ഷേ CPM ഇത് കള്ളൊപ്പാണ്, ഇത് ഇവരിട്ടതല്ല എന്ന് പറഞ്ഞ് എന്നെ എല്ലാവരും മുന്നിൽ വെച്ച് ആക്ഷേപിച്ചു. പിന്നെ എനിക്ക് വല്ലാത്തൊരു വിഷമം തന്നെ സംഭവിച്ചു. അപ്പം തന്നെ അവരത് റിജക്റ്റ് ചെയ്തു. അദ്ദേഹം അപ്പം തന്നെ അത് റിജക്റ്റ് ചെയ്തു. പിന്നെ പെട്ടെന്ന് സംഭവം എന്നാ പറയണ്ടേ, അദ്ദേഹം വേറെ വിളിച്ചു ചോദിക്കാനൊന്നും നിന്നില്ല, അപ്പം തന്നെ അവർ റിജക്റ്റ് ചെയ്തു. കുറേ പേര് എല്ലാവരും കുറേ അവരുടെ CPMന്റെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി വളഞ്ഞിട്ട പോലെയായിരുന്നു എന്നോട് പെരുമാറിയത്. അതെ, ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ പോയി അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് തന്നെയാണ് ഞാൻ ഒപ്പിട്ടത്. സമ്മതപത്രം വായിക്കുന്ന ഫോട്ടോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ നോമിനേഷൻ പേപ്പറിൽ ഒരു കാര്യം വ്യക്തമാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾ സൂം ചെയ്താൽ മനസ്സിലാവും. നിത്യശ്രീയുടെ പേരും ഒപ്പുമാണിത്. നിത്യശ്രീയുടെ പേരും ഒപ്പും ഇവിടെ കറക്റ്റാണ്. ഇവിടെ ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഇത് ഒരേ ഹാൻഡ് റൈറ്റിംഗ് ആണ്. ഒപ്പും സമാനമാണ്. ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ 50ഓളം ആളുകൾ, ക്രിമിനൽ സംഘങ്ങൾ വളഞ്ഞു വെച്ച് ആറോയുടെ ചേംബറിൻ്റെ ഉള്ളിൽ പോലും കയറിയവർ. അതാണ് ഏറ്റവും ഭീകരാവസ്ഥ. ഇപ്പോൾ കണ്ണൂർ DCC പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് കൂടെ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീ മാർട്ടിൻ ജോർജ്, കണ്ണൂർ ജില്ലയിലെ 4 CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചിരിക്കുന്നത്. പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ രംഗത്തെത്തുന്നുണ്ട്. CPMന്റെ ഭീഷണി മൂലമാണ് പലരും പത്രിക പിൻവലിച്ചത് എന്ന് പറയുന്നുണ്ട്. കൂട്ടം കൂടി വരണാധികാരികളുടെ മുന്നിൽ വെച്ച് തന്നെ, കളക്ടറിന്റെ മുന്നിൽ വെച്ച് തന്നെ സ്ഥാനാർത്ഥി ആക്ഷേപിക്കുന്നു. ഇത് കള്ളയൊപ്പാണെന്ന് പറയുന്നു. ഇപ്പോഴിതാ ആന്തൂരിലെ വനിതാ സ്ഥാനാർത്ഥി നിത്യശ്രീ ഇപ്പം പറയുന്ന കാര്യം ഇതൊക്കെയാണ്. വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഒരു കൂട്ടം കൂടിയുള്ള ഒരു അക്രമം തന്നെ CPMന്റെ ഭാഗത്ത് എതിരില്ലാതെ വിജയിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു വലിയൊരു ഗൂഢാലോചന തന്നെയല്ലേ ഇത്? ഇതിനകത്ത് ഒറ്റൊരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഇന്നലെ മലപ്പട്ടത്തെ നിത്യ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി നേരിട്ട് റിട്ടേണിംഗ് ഓഫീസറെ മുന്നിൽ നിൽക്കുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. ആ സ്കൂട്ടിങ്ങിന്റെ സമയത്താണ് അവരവിടെ നിൽക്കുന്നത്. അവർ ഒപ്പിട്ട് കൊടുത്തു. അവരുടെ ഒപ്പ് കൃത്യമായ ഒപ്പുകൾ തന്നെയാണ്. ആ നോമിനേഷൻ ഫോം നിങ്ങൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ റിട്ടേണിംഗ് ഓഫീസർ ഇട്ട ഒപ്പ് തെറ്റാണ്. 4 സൈസിലാണ് റിട്ടേണിംഗ് ഓഫീസർ ഇട്ടത്. ഈ നിത്യ എന്ന് പറയുന്ന കാൻഡിഡേറ്റിന്റെ ഒപ്പ് കറക്റ്റാണ്. ഇത് മനഃപൂർവ്വം തള്ളിയതാണ്. കൂട്ടം കൂടി നിന്നിട്ടുള്ള ഒരു അക്രമം, അതാണ് അപ്പോൾ നിത്യശ്രീ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് 5 പേരെ മാത്രമേ കയറ്റിയുള്ളൂ എന്ന് പറഞ്ഞെടുത്ത് 50 പേരാണ് അവിടെ കയറിയുന്നത്. എന്തിനു വേണ്ടിയാണ്? ഇനി കൂട്ടം കൂടി ഒന്നും അതൊക്കെ പോട്ടെ, അതൊക്കെ മാറ്റിവെക്കാം.
ആ സ്ഥാനാർത്ഥി നേരിട്ട് മുമ്പിൽ നിന്നിട്ട് പറയുന്നില്ലേ ഞാനാണ് ഒപ്പിട്ടതെന്ന്. പിന്നെ എന്തിനാ അത് തള്ളണം? ഇവിടെ സാധാരണ എങ്ങനെയാണ്, ഒരാള് ഒപ്പിട്ടോ ഇല്ലെന്ന് ആ ആള് പറഞ്ഞാൽ മതി, ഇത് എന്റെ ഒപ്പാണ്, അത് ഒപ്പ് തന്നെയാണ്. പിന്നെന്ത് തോന്നിവാസമാണ് കാണിച്ചിരിക്കുന്നത്? ആ റിട്ടേണിംഗ് ഓഫീസർ ഒരു കാരണവശാലും ഈ തെരഞ്ഞെടുപ്പിൽ മലപ്പട്ടത്തെ റിട്ടേണിംഗ് ഓഫീസർ, പഞ്ചായത്തിലെ റിട്ടേണിംഗ് ഓഫീസറായിട്ട് ഇരിക്കാൻ യാതൊരു അവകാശവുമില്ല. അതുപോലെ തന്നെയാണ് ശ്രീ മാറി ജോർജ്, പലയിടത്തും ഈ സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്ന, കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് പരാതികളൊക്കെ ലഭിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇത് ഈ തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ് ഒരു സ്ഥാനാർത്ഥി? അത് ഇവരെന്തിനാണ് ഈ ഭയക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ കോൺഗ്രസിനെ ഭയക്കുന്നുണ്ട് എന്നതിന്റെ ഒരു വ്യക്തമായൊരു ചിത്രം തന്നെയല്ലേ ഇത്? CPM-നെ സംബന്ധിച്ചിടത്തോളം ആന്തൂരിൽ ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ എല്ലായിടത്തും നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ മുന്നോട്ട് വന്നതാണ്. അവിടെ എല്ലാ വീടുകളും കയറി ഇറങ്ങുകയാണ്. ഈ CPM-ന്റെ അഖിലേന്ത്യാ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററെ നിയോജക മണ്ഡലമാണ്. ആന്തൂരിൽ മുനിസിപ്പൽ ചെയർപേഴ്സണായിട്ട് ഇരുന്നത് ഗോവിന്ദൻ മാസ്റ്ററെ ഭാര്യയാണ്. അവിടെ അവരുടെയൊക്കെ നേതൃത്വത്തിൽ കോൺഗ്രസുകാരുടെ വീടുകൾ കയറി ഇറങ്ങിയാണ്. നമുക്ക് സ്ഥാനാർത്ഥികളുണ്ട്. ഇവിടെ 2 വാർഡിൽ പിന്താങ്ങാൻ വേണ്ടി നമുക്ക് സാധിച്ചിട്ടില്ല. അവരെ CPM-കാർ ഭീഷണിപ്പെടുത്തുന്നു. അവിടെ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും മാറി വീട് സ്ഥലം എടുക്കേണ്ടി വരും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? എന്തിനാണ് CPM ഭയപ്പെടുന്നത്? CPM-ന് അറിയാം, ആന്തൂര് നിങ്ങൾക്കറിയാലോ, സാജന്റെ ആത്മഹത്യ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ആന്തൂരിൽ നിൽക്കുകയാണ്. ആന്തൂരിലെ ജനങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അതൊന്നും ഒരിക്കലും ആയില്ല. കാരണം ആന്തൂരിലെ സാജൻ മരിച്ചു കഴിഞ്ഞിട്ട് അവിടെ CPM-ന്റെ ദേശാഭിമാനി പത്രത്തിൽ എഴുതിയ വാക്കുകൾ ആ കുടുംബത്തെ കണ്ണീരണിയിക്കുന്നതാണ്. എന്താണ് എഴുതിയത്? ഏതെങ്കിലും CPM-കാരൊന്ന് ചിന്തിച്ചു നോക്കണം. എന്താണ് എഴുതിയത്? ആ കുടുംബത്തെ ഇല്ലാതാക്കുന്ന ഒരാള് ആത്മഹത്യ ചെയ്തു, എന്നിട്ടും ആ കുടുംബത്തെ ഏത് രീതിയിലേക്കാണ് വലിച്ചിടുന്നത്? ഇതാണ് CPM എടുക്കുന്ന നിലപാട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് അവിടെ CPM ഭയപ്പെടുന്നത്. നോമിനേഷൻ ഇല്ലെങ്കിൽ പിന്നെ മത്സരമില്ലല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാനാർത്ഥികളൊക്കെ പരാതി കൃത്യമായിട്ട് നൽകിയിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരു മറുപടി, അതെങ്ങനെയാണ്? മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളാണ്, അവരുടെ ഒരു അവസരമാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇത് പോലീസിന്റെ നിലപാടെന്താ? പോലീസ് ആ തട്ടിക്കൊണ്ടുപോയ സ്ഥാനാർത്ഥിയുടെ അടുത്ത് ചെല്ലുമ്പോ പോലീസിന്റെ അടുത്ത് ഇവര് ഭീഷണിപ്പെടുത്തി പറയുന്നു അല്ലാന്ന് പറയണമെന്ന് പറയും. അപ്പൊ അവര് പറയും അല്ലാന്ന് പറയും, തട്ടിക്കൊണ്ടു പോയിട്ടില്ല എന്ന് പറയും. അത് പോലീസ് റെക്കോർഡ് ചെയ്യും. ഇതാണ് നടക്കുന്നത്. ശരി, വളരെ നന്ദിയുണ്ട് ശ്രീ മാർട്ടിൻ ജോർജ് ഇത് പ്രതികരിച്ചത്. ഏതായാലും വലിയൊരു ആരോപണം തന്നെയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. പല സ്ഥാനാർത്ഥികളെയും അവരെ തട്ടിക്കൊണ്ടുപോകുന്നൊരു രീതിയിലേക്ക് കണ്ണൂരിൽ മാറിയിരിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കാൻ വേണ്ടി CPM-ന്റെ പ്രവർത്തകർ കരുതിക്കൂട്ടി തന്നെ പല കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെയും വീടുകൾ തോറും കയറിയുള്ള ഒരു ഭീഷണി നടക്കുകയാണ്. പലരും ഭീഷണി മൂലം ഇതാ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് കടന്നിരിക്കുകയാണ്. ആന്തൂരിലെ സ്ഥാനാർത്ഥി ലിവ്യെ വീട്ടിൽ തടഞ്ഞു വെച്ച് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായിട്ടുള്ള ഒരു ആരോപണം വരുന്നുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്. പ്രത്യേകിച്ച് ഒരു സ്ത്രീയെ ഇങ്ങനെ തടഞ്ഞു നിർത്തി അവർക്ക് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏതൊരു പൗരൻ്റെയും ഒരു അവകാശം അത് ഇല്ലാതെ ആക്കാനുള്ള ഒരു ശ്രമം അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. മലപ്പട്ടത്തൊരു വാർഡിൽ റിട്ടേണിംഗ് ഓഫീസർക്ക് മുന്നിൽ നേരിട്ട് ഹാജരായ UDF സ്ഥാനാർത്ഥിയുടെ പത്രികയിലെ ഒപ്പ് വ്യാജമാണെന്നടക്കം ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ A. സജീവൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ A. സജീവൻ, കണ്ണൂർ ജില്ലയിലെ 4 CPM സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ ജയിച്ചിരിക്കുന്നത്. CPM-ന്റെ ഭീഷണി മൂലമാണിതെന്നാണ് കോൺഗ്രസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥികളൊക്കെ രംഗത്തെത്തിയിരിക്കുകയാണ്. പലരെയും തടഞ്ഞു നിർത്തുകയാണ്, വീട്ടിൽ നിന്ന് പുറത്തുവിടാതെയുള്ള ഭീഷണി. അതേപോലെ തന്നെ റിട്ടേണിംഗ് ഓഫീസറുടെ മുന്നിൽ എത്തുന്ന സ്ഥാനാർത്ഥിയോട് താങ്കളുടെ ഒപ്പ് വ്യാജമാണെന്ന് ഒരു കൂട്ടം ആളുകൾ നിന്ന് ആരോപണം ഉയർത്തുന്നു, അവരെ ഭയപ്പെടുത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെ വിവിധ മാർഗങ്ങൾ സ്വീകരിച്ചാണ് ഈ CPM-ലെ സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിക്കാൻ വേണ്ടി പല CPM പ്രവർത്തകരും പെരുമാറുന്നത്. ഇത് നമ്മളുടെ അല്ലെങ്കിൽ ഒരു സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യത്ത് അവരുടെ ഒരു പൗരന്റെ ഒരു അവകാശമാണ് മത്സരത്തിലൊക്കെ തന്നെ പങ്കെടുക്കാം, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ. അവിടെ അവരുടെ അവകാശത്തെ പോലും ഹനിക്കുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമല്ലേ ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായിട്ടും ഇതിപ്പോഴല്ല, നേരത്തെ നടക്കുന്നതാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ ആ പാർട്ടി തീരുമാനിക്കുന്ന ആളുകളല്ലാതെ മറ്റാരും സ്ഥാനാർത്ഥിയാവാൻ പാടില്ല, ജനപ്രതിനിധിയാവാൻ പാടില്ല എന്ന് പറയുന്ന രീതി. അത് CPM മാത്രമല്ല, പല BJPക്ക് സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ. കണ്ണൂരിലൊരു പ്രത്യേകതയാണത്. അപ്പൊ അവര് പാർട്ടി ഗ്രാമങ്ങളിൽ മറ്റൊരാളുടെ
കടന്നുവരവിനെ പൂർണ്ണമായിട്ടും തടയുക, താമസിക്കാൻ പോലും അനുവദിക്കാത്തൊരു പ്രവണതയുണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിന് നിരക്കാത്തൊരു കാര്യമാണ്, ഒരിക്കൽ പോലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഒരാള് എതിർ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്ത് തോൽപ്പിക്കുക എന്നുള്ളതാണ് ജനാധിപത്യ മാർഗം. തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകളെ പരമാവധി ശേഖരിച്ച് അത് എതിർ സ്ഥാനാർത്ഥി ഇപ്പം 1 or 2 വോട്ടുകൾ മാത്രം കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ നമുക്ക് വേണമെങ്കിൽ പറ്റും. കാരണം അത്രയും ആളുകൾ അവരുടെ ആളുകളാണെങ്കിൽ. അതല്ലാതെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടി നാമനിർദ്ദേശം കൊടുക്കാൻ വേണ്ടി വരുന്ന ആളുകളെ തടഞ്ഞു നിർത്തുക, അത് അവർക്ക് വോട്ട് ചെയ്യാൻ അവസരം കിട്ടാതിരിക്കുക, അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ നേരത്തെ തന്നെ കുറേ കാലമായിട്ട് നടക്കുന്നതാണ്. പാർട്ടി ഗ്രാമങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ അതൊന്നും പുറത്തു വരാറില്ല എന്നുള്ളേ ഉള്ളൂ. ഇപ്പോഴേ പുറത്തു വരികയാണ്. അതിനെതിരെയുള്ള സത്യത്തിൽ അത് ഇലക്ഷൻ കമ്മീഷനാണ് ഇത്തരം കാര്യങ്ങളിൽ ശക്തമായിട്ട് നിയന്ത്രണങ്ങൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ വോട്ട് ചെയ്യാൻ ആളുകൾ വരുമ്പോൾ പോലും അവരെ തടഞ്ഞു നിർത്തുന്ന രീതിയുണ്ട്. അത് അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇവിടെ ജനാധിപത്യം ശരിയായ രീതിയിലേക്ക് പോവുകയുള്ളൂ. അത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയുടെ ഒരു പരാജയമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുണ്ടാകുന്ന പരാജയം കൂടിയാണ്. മറ്റുള്ളവർ ഇത് ചെയ്യുന്ന ആളുകൾ അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ജനാധിപത്യ ധ്വംസനമാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാർട്ടി ഗ്രാമങ്ങളിൽ ഈ ഭീഷണിപ്പെടുത്തൽ അത് സ്ഥിരമായി തന്നെ നടക്കുന്നതാണ്. ഇതൊരിക്കലും ഒരു ജനാധിപത്യ രാജ്യത്തിന് ഭൂഷിതമായി നടക്കേണ്ട ഒരു കാര്യമല്ല. വളരെ നമ്മുടെ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു അവകാശം അല്ലെങ്കിൽ ഒരു പൗരൻ്റെ ഒരു അവകാശത്തിന്മേലുള്ള ഒരു കടന്നുകയറ്റം തന്നെയാണ് ഇതുണ്ടായിരിക്കുന്നത്. തൻ്റെ ഒപ്പ് വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് CPM-ൻ്റെ പ്രവർത്തകർ സമ്മർദ്ദം ചെലുത്തുകയും തുടർന്ന് ഒരു സ്ഥാനാർത്ഥി പത്രിക പിൻവലിക്കുകയും ചെയ്തിരിക്കുകയാണ്. നിത്യശ്രീയാണ് ചെയ്തിരിക്കുന്നത്. ആന്തൂരിലെ വനിതാ സ്ഥാനാർത്ഥിയെ നിത്യശ്രീക്ക് തൻ്റെ പത്രിക പിൻവലിക്കേണ്ടി വന്നു. ഒപ്പ് വ്യാജമാണെന്ന് ചൂണ്ടിക്കാട്ടി CPM-ൻ്റെ പ്രവർത്തകർ സമ്മർദ്ദം ഉണ്ടാക്കി. അതും പ്രത്യേകിച്ച് വരണാധികാരിയുടെ മുന്നിൽ വെച്ചായിരുന്നു എന്നുള്ളതാണ് ഇത് വീണ്ടും ഗൗരവമാക്കുന്നത്. ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് പരിശോധിക്കാമായിരുന്നു. പക്ഷേ ഈ ഭീഷണിക്ക് വഴങ്ങുക അത് വളരെ വലിയൊരു വീഴ്ച തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ CPM-ൽ നിന്ന് ശ്രീമതി PK ശ്യാമള കൂടെ നമ്മോടൊപ്പം ചെയ്യുന്നുണ്ട്. ശ്രീമതി ശ്യാമള, നിങ്ങൾക്കെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദന്റെ വാർഡിൽ എതിരാളികളില്ലാതെ മത്സരിക്കാൻ വേണ്ടി വളരെ വലിയ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് എതിർ സ്ഥാനാർത്ഥിയെ ഭീഷണിപ്പെടുത്തുന്നു മുതലായ കാര്യങ്ങളാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇവരുടെ ഈ ആരോപണത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ ആരോപണത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. ആന്തൂർ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, കേരളത്തിൽ പ്രതിപക്ഷമില്ലാത്ത നഗരസഭയാണ്. അതിപ്പോഴെന്തെങ്കിലും ഗോവിന്ദമോൾ സംസ്ഥാന സെക്രട്ടറി വന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ മാറ്റമല്ല. ആന്തൂർ പഞ്ചായത്ത് രൂപീകൃതമായത് മുതൽ തന്നെ അവിടെ പ്രതിപക്ഷം ഉണ്ടായിരുന്നില്ല. അതിന് അടിസ്ഥാനമായിട്ടുള്ളത് നിങ്ങൾക്കറിയാം, ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള മൊറാഴ സംഭവം, അതുപോലെ തന്നെ ഉണ്ടായിട്ടുള്ള നിരവധിയായ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ, അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റ് സാന്ദ്രത. ആ സാന്ദ്രത കുറവ് വരാതെ തന്നെ ജനങ്ങൾ സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസിന് ആ നിലയിൽ ഇവിടെ സ്വാധീനമില്ലാത്തത്. എന്നാൽ കുറച്ച് സ്വാധീനമൊക്കെ മുമ്പുണ്ടായിരുന്നു. ആ സ്വാധീനം ഇപ്പൊ കുറയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ട് അവർക്ക് മത്സരിപ്പിക്കാൻ കിട്ടുന്നില്ല. ഇപ്പൊ എങ്ങനെയാ അവർ മത്സരിപ്പിച്ചത്? ഇപ്പൊ ഉദാഹരണത്തിന് ഇവിടുത്തെ ഒരു പഴയ കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു, കുഞ്ഞുമ്പോട്ടൻ. അവരുടെ മകള് ഇന്ദിര 7ാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ്. അവരുടെ മകൻ പ്രവീൺ 3ാം വാർഡിൽ സ്ഥാനാർത്ഥിയാണ്. അവരുടെ വേറൊരു മകൻ പ്രജോഷ് 25ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. പ്രവീണിന്റെ ഭാര്യ സിജി 27ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. അവരുടെ സഹോദരി സുജാത 28ാം വാർഡ് സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ ഒരു വീട്ടിൽ തന്നെയുള്ള ആളുകളെ ഓരോ പദ സ്ഥാനാർത്ഥിയാക്കി അവിടുന്ന് നിർദ്ദേശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആയിക്കോട്ടെ, ജനാധിപത്യത്തിൽ എന്താ തടസ്സമുള്ളത്? 2015 മുനിസിപ്പാലിറ്റി ആദ്യ തെരഞ്ഞെടുപ്പിൽ 14 വാർഡ് ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം 6 വാർഡിൽ ഇലക്ഷൻ ഉണ്ടായിട്ടില്ല. എന്നാൽ അവർ ഓവർകം ചെയ്ത് 26 വാർഡിൽ ഇപ്രാവശ്യം അവർ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഉന്നയിക്കുന്ന എന്ത് ആരോപണം? ശ്യാമൾ ടീച്ചറെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഗോവിന്ദമാഷ ഭാര്യ എന്ന നിലയിലല്ല, ഞാൻ ഇവിടുത്തെ പാർട്ടി പ്രവർത്തക, പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും ഈ മുനിസിപ്പാലിറ്റിയിൽ തെരഞ്ഞെടുപ്പ് ചുമതല നിർവഹിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയാണ്. അതുകൊണ്ട് അതിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി പോകുന്നതല്ലാതെ ഇന്നലെയൊക്കെ നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ആർഒനോട് ബന്ധപ്പെട്ടാൽ നിങ്ങൾ അവിടുത്തെ ക്യാമറ നോക്കിയാൽ അറിയാം. യഥാർത്ഥത്തിൽ നോമിനേഷൻ സൂക്ഷ്മ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഞാൻ ആ പ്രദേശത്തേക്ക് പോയിട്ടില്ല. അവരാണ് അതിനുള്ളിൽ വന്ന് ബഹളുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണമാണ്. ആന്തൂരിൽ പ്രതിപക്ഷമില്ല എന്നുള്ളത് കൊണ്ട് അതിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ദൗർബല്യത്തെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള കടുത്ത ശരിയില്ലാത്ത ആരോപണമാണെന്നാണ് പറയാനുള്ളത്.
ശരി, വളരെ നന്ദിയുണ്ട് ശ്രീമതി ശ്യാമള ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏതായാലും നമ്മളോട് പ്രതികരിച്ച ശ്യാമള പറഞ്ഞത് ഈ ഒരു കാര്യം, അതായത് ആന്തൂരിൽ അവിടെ പ്രതിപക്ഷം ഇല്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷേ എതിരാളികളെ ഇല്ലാതാക്കുകയല്ല അവിടെ ചെയ്തിട്ടുള്ളത്, അവിടെ ഇല്ലാത്തതാണ് മുതലായ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇതിൽ ദേഷ്യത്തോടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെയുള്ള പറഞ്ഞു പരത്തുന്ന അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു ഗൂഢനീക്കമാണ് ഇതെന്നാണ് പി കെ ശ്യാമള CPM നിന്ന് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും ആന്തൂരിൽ എതിരാളികൾ ഇല്ലാത്തതല്ല അല്ലെങ്കിൽ അവിടെ ഇല്ലാതാക്കുന്നതല്ല, അവിടെ സ്വാഭാവികമായിട്ടും പലപ്പോഴും പ്രതിപക്ഷം സ്ഥാനാർത്ഥി നിർത്താത്തതാണ് എന്നാണ് ഇപ്പോൾ പി കെ ശ്യാമള പറയുന്നത്. അതേസമയം അഗളിയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ഏരിയ സെക്രട്ടറി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഭീഷണിപ്പെടുത്തി ആ ശബ്ദ സന്ദേശം പുറത്തു വന്നിട്ടുണ്ട്. ആവേശപ്പെടേണ്ട ആവശ്യമില്ല. അല്ലല്ല, നമുക്ക് നമ്മുടെ പാർട്ടിയെ തോൽപ്പിക്കാൻ പാടില്ല. എനിക്ക് ഇനി നമ്മുടെ പാർട്ടിയൊന്നുമില്ല. പിന്നെ ആകാശത്ത് മേലോട്ട് നോക്കിയാൽ ആകാശം കേട്ട് നോക്കിയാൽ ഭൂമി. അത് പറ്റില്ലെന്ന് അത് പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്ന കൊള്ളയൊക്കെ ഞാൻ പറയാ. എന്റെ സാഞ്ചേട്ടാ ഒന്ന് പറയണിക്ക്, ഇത് തോറ്റാലും ജയിച്ചാലും ഞാൻ ഇനി ഇത് ഏത് ഒടയതമ്പുരാം എന്ന് പറഞ്ഞാലും ശരി, എനിക്ക് വോട്ട് ചിലപ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ മാറില്ല. സാക്ഷാൽ ഒടയതമ്പുരാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അപ്പൻ ഒന്നേ ഉള്ളു, അത് വാഴക്കാട്ട് രാഘവനാണ്. സാഞ്ചേട്ടാ ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരുമോ? ഞങ്ങൾ തന്നെ നിങ്ങളെ കൊല്ലേണ്ടി വരും. അത് നിങ്ങൾ പറഞ്ഞ ഇപ്പൊ ഇവിടെ ഇവനെ കൊന്നില്ലേ, അവനെ കൊന്നിട്ട് നമ്മൾ അത് ഇപ്പൊ സ്നേഹത്തോട് സംസാരിച്ചു. പിന്നെന്തറിയും, ഇനി അത് പറ്റില്ലെന്നോ? അതാ സാഞ്ചേട്ടാ, എന്താണ് പ്രശ്നം? നിങ്ങൾ എന്നെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞോ. തട്ടിക്കോ. എന്നെ ഒരാളെ കൊന്നു കഴിഞ്ഞാലും എനിക്ക് 3 മക്കളും ഇപ്പൊ ഒരു 7 പേരക്കുട്ടികൾ, 9 പേരക്കുട്ടികളാവും. ഏതായാലും കണ്ണൂർ ജില്ലയിലെ 4ഇടത്തോളമാണ് CPM സ്ഥാനാർത്ഥികളെ എതിരില്ലാതെ വിജയിപ്പിക്കാൻ വേണ്ടി അവരുടെ പ്രവർത്തകർ എതിർ സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുകയും അതേപോലെ തന്നെ തടഞ്ഞുവെക്കുകയും അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഏതായാലും ജനാധിപത്യ രാജ്യത്ത് ഇത് ഒരിക്കലും വെച്ചുറപ്പിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. ഇടവേള. നന്നായി പഠിച്ച് ഒരു സ്ഥാപനത്തിൽ ജോലി നേടുക, ഇതാണ് ഏതൊരാളുടെയും സ്വപ്നവും ലക്ഷ്യവും. ഉയർന്ന തസ്തികയിലേക്ക് പ്രൊമോഷൻ നേടി മുന്നോട്ട് പോകുന്നു. ഒരു വ്യക്തിയുടെ കരിയർ ഗ്രോത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെയൊക്കെയാണല്ലോ. എന്നാൽ നമ്മുടെ ജെൻസി തലമുറ ഇങ്ങനെയല്ല. ഇത്തരം രീതികളോട് അവർക്ക് താല്പര്യമില്ലെന്നാണ് മനസ്സിലാവുന്നത്. പ്രത്യേകിച്ച് മിഡിൽ മാനേജ്മെന്റ് റോളുകൾ ചെയ്യാൻ അവർക്ക് ഇഷ്ടമല്ല. ആഗോള റിക്രൂട്ട്മെന്റ് സ്ഥാപനമായ റോബർട്ട് വാൾട്ടേഴ്സ് ജെൻസിക്കിടയിൽ ഒരു സർവേ നടത്തി. അതിൽ 52% പേരും മിഡിൽ മാനേജ്മെന്റ് സ്ഥാനങ്ങളിൽ ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണെന്ന് കണ്ടെത്തി. ഇതിന് അവർ ഒരു പുതിയ വാക്ക് കണ്ടുപിടിച്ചു: കോൺഷ്യസ് അൺബോസിംഗ്. അതായത് മാനേജ്മെന്റ് പദവികൾ ബോധപൂർവം ഒഴിവാക്കുക എന്നാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കഴിവില്ലാത്തതോ ആഗ്രഹമില്ലാത്തതോ അല്ല കാരണം. കരിയറിൽ വിജയിക്കുക എന്നതുകൊണ്ട് ഇവർ അർത്ഥമാക്കുന്നത് വേറെയാണ്. ജെൻസി ജീവനക്കാർക്ക് അധിക ഉത്തരവാദിത്വം, സമ്മർദ്ദം എന്നിവയോട് തീരെ യോജിപ്പില്ല. മറിച്ച് ജോലി, ജീവിത ബാലൻസ്, മാനസികാരോഗ്യം, സ്വാതന്ത്ര്യം എന്നീ ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. മുതിർന്ന സഹപ്രവർത്തകർ ദീർഘസമയം ജോലി ചെയ്യുന്നതും മാനേജ്മെന്റ് തലത്തിലെ പ്രശ്നങ്ങൾ നേരിടുന്നതും ജെൻസികൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനാൽ തന്നെ അവർ ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല എന്ന അഭിപ്രായവും 69% ജെൻസികളും പങ്കുവച്ചു. ഒരു ടീമായി ജോലി ചെയ്യുന്നതിനേക്കാൾ സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനും സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കുന്നതിനുമാണ് ഇക്കൂട്ടർ പ്രാധാന്യം നൽകുന്നത്. 72% പേരും സർവേയിൽ ഇതേ അഭിപ്രായമാണ് ഉന്നയിച്ചത്. മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് പകരം ജെൻസി വിഭാഗത്തെ ഉയർന്ന തസ്തികകളിൽ കൊണ്ടുവന്നാൽ കമ്പനി ഉയർച്ചയിലെത്തുമെന്ന വ്യത്യസ്തമായ അഭിപ്രായവും 63% പേരും പങ്കുവച്ചു. കരിയറിൽ വിജയം നേടാൻ ബോസ് ആകേണ്ടതില്ല എന്നാണ് സർവേയിൽ ഭൂരിഭാഗം പേരും മറുപടി നൽകിയത്. പുതിയ ട്രെൻഡിലൂടെ സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ കരിയർ കെട്ടിപ്പടുക്കുകയാണ് ജെൻസി വിഭാഗം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള തീയതി നാളെ അവസാനിക്കും. 98,451 പേർ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിലായി സ്ഥാനാർത്ഥികളായി മത്സര രംഗത്തുണ്ട്. 2,261 പത്രികകൾ സൂക്ഷ്മ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ തള്ളി. കണ്ണൂർ ആന്തൂർ നഗരസഭയിൽ UDF സ്ഥാനാർത്ഥികൾക്കും പിൻവാങ്ങിയവർക്കും നേരെ CPM ഭീഷണി എന്ന ആരോപണവുമായി കോൺഗ്രസ് അടക്കം രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം മത്സര ചിത്രം തെളിഞ്ഞതോടെ പ്രചരണം ശക്തമാക്കുകയാണ് മുന്നണികൾ. അന്തിമ സ്ഥാനാർത്ഥികളെ തിങ്കളാഴ്ച അറിയാനാകും.
കോൺഗ്രസിലെ ഗ്രൂപ്പ് തർക്കത്തെ വിമർശിച്ച PJ ജോസഫ്. ഗ്രൂപ്പ് തർക്കം തീർക്കാനുള്ള ആരോഗ്യം തനിക്കില്ല. ഗ്രൂപ്പ് തർക്കം ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലെ വിജയത്തെ ബാധിക്കില്ല. മധ്യ കേരളത്തിലെ 3 ജില്ലാ പഞ്ചായത്തുകളും UDF പിടിച്ചെടുക്കും. അതേസമയം തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇലകളെല്ലാം കൊഴിയുമെന്ന് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ പരിഹസിച്ച PJ ജോസഫ് പറഞ്ഞു. അതെ, എൻ്റെ ആരോഗ്യം അത് അനുവദിക്കുന്നില്ല. നിങ്ങളെന്താ, എനിക്ക് 84 വയസ്സായി. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഈ ഗ്രൂപ്പ് പ്രവർത്തനം ഒരിക്കലും ഈ ഐക്യജനാധിപത്യത്തിനുടെ ജയസാധ്യതയെ ബാധിക്കുകയില്ല. രംഗത്ത് നിന്ന് പത്തനംതിട്ടയിൽ അടൂർ പ്രകാശ് നേരിട്ട് അവിടെ ചാർജ് ആയിട്ടിരിക്കുകയാണ്. PJ കുര്യൻ രംഗത്ത് തന്നെയുണ്ട്. പത്തനംതിട്ട കാര്യം ഞാൻ പറയാമായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ അന്തരീക്ഷം ആകെ മാറിയിരിക്കുന്നു. ഇലയുടെ ആയുസ് അറിയാവോ? കൊഴിഞ്ഞ് വീണുകൊണ്ട് ഈ ഇലക്ഷൻ കഴിയുമ്പോഴത്തെല്ലാം കൊഴിഞ്ഞ് വീഴും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടൻ ജയറാമിന്റെ മൊഴി രേഖപ്പെടുത്താൻ പ്രത്യേക അന്വേഷണ സംഘം ജയറാമിനെ സാക്ഷിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതേസമയം റിമാൻഡിലുള്ള മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറിനെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യാൻ SIT സംഘം തയ്യാറെടുക്കുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ നടൻ ജയറാമിനെ സാക്ഷിയാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇടപാടുകളെപ്പറ്റി ജയറാമിന്റെ മൊഴിയെടുക്കാൻ SIT സമയം തേടും. സ്വർണ്ണപ്പാളികൾ ജയറാമിന്റെ വീട്ടിലെത്തിച്ചിരുന്നു. അറസ്റ്റിലായ മുൻ ദേവസ്വം പ്രസിഡന്റ് A. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. സ്വർണ്ണ കവർച്ചയുടെ പങ്ക് കൈമാറിയതാണോ എന്നതാണ് SIT സംഘം പരിശോധിക്കുന്നത്. അതിനിടെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനിലേക്ക് അന്വേഷണം നീളുമോ എന്നതിലും പത്മകുമാറിന്റെ മൊഴി നിർണായകമാകും. പത്മകുമാറിനെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ കടകംപള്ളി സുരേന്ദ്രനെതിരായ മൊഴികളിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. സന്നിധാനത്ത് നിന്ന് ശേഖരിച്ച സാമ്പിളുകളിൽ ഫോറൻസിക് ഫലം പുറത്തുവന്ന ശേഷം അറസ്റ്റ് ഉണ്ടായേക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. കേസിൽ ദേവസ്വം ബോർഡ് മുൻ അംഗങ്ങളായ KP ശങ്കരദാസ്, N. വിജയകുമാർ എന്നിവർ SIT സംഘത്തിന്റെ നിരീക്ഷണത്തിലാണ്. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ A. പത്മകുമാറിന്റെ ആറന്മുളയിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ SIT സംഘം പാസ്പോർട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. പത്മകുമാറിന്റെയും ഭാര്യയുടെയും ആസ്തി വിവര കണക്കുകളിൽ പരിശോധന നടക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വിദേശയാത്രയിൽ പത്മകുമാർ ഒപ്പമുണ്ടായിരുന്നു എന്നതിലും അന്വേഷണ സംഘത്തിന് സംശയമുണ്ട്. പരിശോധനയിൽ പ്രമാണങ്ങളും ആദായനികുതി രേഖകളുമടക്കം കണ്ടെടുക്കുകയും ചെയ്തു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.